നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി സെല്ലിലുള്ളവരെ മോചിപ്പിക്കാൻ ശ്രമിച്ച സിഐക്ക് സസ്പെൻഷൻ. സിഐ എം യഹിയയ്ക്കെതിരെയാണ് നടപടി. റൂറൽ എസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. വിയസാനോ വിവരങ്ങളുമായി ചേരുകയാണ്. അനു, എങ്ങനെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്? സ്വാതി, പോലീസ് സേനയ്ക്ക് ആകെ അങ്ങേറ്റം നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ സിഐ എം യഹിയ കാണിച്ച പ്രവൃത്തികൾ. മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറുക, സെല്ല് തുറക്കുക, അവിടെ പ്രതികളോടൊപ്പം അവരോടൊപ്പം കിടക്കുക, അവരെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് തടയാൻ ശ്രമിച്ച പോലീസുകാർക്ക് നേരെ കയ്യേറ്റ ശ്രമവും തെറിവിളിയും നടത്തുക. അങ്ങനെ ഒരു തരത്തിലും ഒരു പോലീസ് സേനാംഗം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് യഹിയ ചെയ്തത്. പക്ഷേ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, ഇത്രയും വലിയ കുറ്റം ചെയ്ത ഒരാൾക്കെതിരെ ആകെ കേരള പോലീസ് ആക്ടിലെ ഒരു പെറ്റി കേസും 1000 രൂപ പിഴയൊടുക്കിയാൽ ഇറങ്ങിപ്പോകാവുന്ന ഒരു കുറ്റം മാത്രമാണ് ചുമത്തിയത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും അന്ന് തന്നെ ഇയാൾ പുറത്തിറങ്ങുകയും ചെയ്തു. പക്ഷേ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇയാൾ ചെയ്തതെന്ന് കാട്ടി തിരുവനന്തപുരം റൂറൽ എസ് പി പ്രശാന്തൻ കാടി സംസ്ഥാന പോലീസ് മേധാവിക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. ക്ഷമിക്കണം, സംസ്ഥാന ഐ ജിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യഹിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഐ ജി പി പ്രകാശ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇത് ഒരു തരത്തിലും ഒരു പോലീസ് സേനാംഗം എന്ന രീതിയിൽ നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ചെയ്തതെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഒരു സാധാരണക്കാരനാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇങ്ങനെ അതിക്രമം നടത്തിയതെങ്കിൽ ഈ ഒരു ആക്ട് മാത്രമായിരുന്നോ ഇടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ പോലീസുകാരൻ എന്ന രീതിയിൽ ഒരു സംരക്ഷണം അയാൾ ഒരുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാതി. ശരി അനു.